മുറ്റത്തെ കിളിക്കൂട്ടിലെ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ സുഭാഷിനെ ആണെങ്കിലും ജ്യോതി ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ രാത്രി. ആ സമയത്ത് ഇങ്ങനെ ഒരു സംസാരിക്കുന്ന സമയത്താണ് നമ്മൾ സുഭാഷ് ആണെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളും അതും ഇതൊക്കെയാണ് പറയുന്നത് കേട്ടോ. ആ സമയത്താണ് ഇവർ സംസാരിക്കുന്ന ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന ആണെങ്കിൽ നേരെ നമ്മളെ നിധിയും കൂട്ടരും ഒക്കെ ഇന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്തോട്ട് പോയിട്ട് പറയുന്ന അയ്യോ ഇതൊന്നും ശരിയാവുന്ന പരിപാടിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യേ രാവിലെ ദോശ ഉണ്ടാക്കുന്നു, ഉച്ചയ്ക്ക് ചോറ് വെക്കുന്നു, രാത്രി അത് ചൂടാക്കി കഴിക്കുന്നു, പിന്നെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നു, ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സുധീഷാണെങ്കിൽ പറയുന്നുണ്ട് ഇങ്ങനെയാണ് ഒരു പെൺകുട്ടിയുടെ സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ നികേഷ് ആണെങ്കിൽ പറയുന്നുണ്ട് കുക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ വളവളാന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഹരീഷും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നികി പറയുന്നുണ്ട് നമ്മൾ സുഭാഷ് ചേട്ടൻ എങ്ങനെയാണോ അതുപോലെ തന്നെ സുഭാഷ് ചേട്ടൻ സംസാരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കല്യാണം കഴിഞ്ഞാണെങ്കിലും സുഭാഷ് ചേട്ടൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കേണ്ടതല്ലേ, അതിപ്പോഴേ മനസ്സിലാക്കുന്നതല്ലേ നല്ലതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ സുധീഷാണെങ്കിലും അതിനൊക്കെ സപ്പോർട്ട് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. അല്ലാതെ ആദ്യം സത്യം മറച്ചു വെച്ചിട്ട് ഓരോന്ന് അടിച്ചു വിട്ടിട്ട് അവസാനം അന്ന് കേട്ട ആളല്ല ഇപ്പം കാണുന്ന എന്ന കള്ളത്തരം തിരിച്ചറിയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എന്ന് നമ്മളെ സുധീഷിനെ കുളിച്ചിട്ട് നിധി പറയുമ്പോഴത്തേക്ക് അത് കറക്റ്റാണെന്നൊക്കെ നമ്മൾ ഹരീഷും സപ്പോർട്ട് ചെയ്തൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ സുഭാഷിൻ്റെ അടുത്താണെങ്കിലും ജ്യോതി പറയുന്നുണ്ട് ഇപ്പം വീട്ടിലെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങളാ, അത്രയല്ലേ ഉള്ളെന്നൊക്കെ പറയുമ്പോൾ അതേന്നൊക്കെ നമ്മളെ സുഭാഷ് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ജ്യോതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ അനിയൻ്റെ ഭാര്യ നിധി ഒന്നും ചെയ്യത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സുഭാഷ് പറയുന്നുണ്ട് നിധിക്ക് അങ്ങനെ ഒന്നും അറിയത്തൊന്നുമില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ മലക്കറിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് തരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സുഭാഷ് പറയുന്നുണ്ട് എനിക്കങ്ങനെ മടിയും കാര്യങ്ങളൊന്നുമില്ല, ഞാൻ എല്ലാ ജോലിയും ഞാൻ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ സുഭാഷ് എടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല തനിക്ക് കുക്കിംഗ് ഒക്കെ അറിയാവുമെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണല്ലോ നമ്മുടെ ജ്യോതി പറയുന്നുണ്ട് ആ കുറേശ്ശെയൊക്കെ അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സുഭാഷ് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ എത്ര വേണമെങ്കിലും കുക്ക് ചെയ്യും, എനിക്കതിനുള്ള മടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് പറയുന്നുണ്ട് ഒരു കല്യാണത്തിന് വേണമെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പാചകമൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഞാൻ കുക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാചകത്തിനെ കുറിച്ച് തന്നെ നമ്മൾ സുഭാഷാണെങ്കിലും സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ നെറ്റിയിൽ ചന്ദനക്കുറിയൊക്കെ വരച്ചിട്ടാണെങ്കിൽ നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സുധീഷ് പറയുന്നുണ്ട് എന്ത് ഇതൊരിക്കും ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ ഇറങ്ങുന്ന സമയത്തൊക്കെ ഒരുങ്ങി ഇറങ്ങിയതാണല്ലോ, എന്നിട്ട് ഇതൊരിക്കും കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ സുധീഷാണെങ്കിൽ ആ സമയത്താണെങ്കിൽ നമ്മളെ നിധിയും പിന്നെ നികേഷും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ കാണുന്ന സമയത്താണെങ്കിൽ നമ്മളെ സുധീഷാണെങ്കിൽ അവിടെ കിടന്നൊക്കെ ഉരുളുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അഭിനയൊക്കെ തുടങ്ങിയിട്ടാണ് ഇങ്ങനെ ശയനപ്രതിഷ്ഠയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ നികിയാണെങ്കിൽ നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി നമുക്ക് രസീതൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അവരങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷാണെങ്കിൽ ശയനപ്രതിഷ്ഠയൊക്കെ ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ഒരു മതിലിലൊക്കെ പോയി ഇടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുധീഷാണെങ്കിൽ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നികേഷും കൂടെ ആണെങ്കിൽ ഈ റെസിപ്റ്റൊക്കെ മേടിക്കാൻ വേണ്ടി പോകുന്നേ കാണുന്നത്. നിധിയൊക്കെ ആണെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങ് അകത്തോട്ട് കയറി അമ്പലത്തിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷാണെങ്കിൽ വീണ്ടും അവരെ കാണിക്കാൻ വേണ്ടിയൊക്കെ ശയനപ്രതിഷ്ഠയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇവരിങ്ങോട്ട് ഇറങ്ങി വരുന്നില്ല. അങ്ങനെ നമ്മൾ സുധീഷാണെങ്കിൽ എണീറ്റിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ടും ഇവരെവിടെ പോയി, ഇവരെ കണ്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും ഇവിടെ വെച്ച് തന്നെ പിടിച്ചിട്ടേ കാര്യമുള്ളെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സുധീഷാണെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിധിയും നികേഷും കൂടെ ആണെങ്കിൽ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. നികിയും നികേഷിനെയും കാണുന്നത് നമ്മൾ സുധീഷാണെങ്കിൽ അമ്മയെ മഹാമായെ രക്ഷിക്കണേ എന്നൊക്കെ ഉച്ചത്തിൽ വിളിച്ച് സുധീഷാണെങ്കിൽ ശയനപ്രദക്ഷിണമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ ഈ നികേഷാണെങ്കിൽ അമ്പലത്തിൽ പ്രദക്ഷിണം ചെയ്യാനൊക്കെ അവരങ്ങ് പോകുന്നുണ്ട് കേട്ടോ. പോകുമ്പോൾ നമ്മൾ സുധീഷാണെങ്കിൽ ശയനപ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പിറകെ തന്നെ അവർ വരുന്നുണ്ട്. പക്ഷേ അവരാണെങ്കിൽ നമ്മൾ സുധീഷിനെ കാണുന്നതൊന്നുമില്ല. അങ്ങനെ നികിയാണെങ്കിൽ അങ്ങോട്ട് പോകുന്ന ടൈമിലാണെങ്കിൽ അവിടെ അമ്പലത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സുധീഷാണെങ്കിൽ പയ്യെ കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ നിധിയാണെങ്കിൽ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. അങ്ങനെ എന്തായാലും കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ വീണ്ടും ഒരു സങ്കടമൊക്കെ ആവുന്നുണ്ട്. സുധീഷാണെങ്കിൽ അവിടെ നിന്ന് മാറിയിട്ട് വേറെ അപ്പുറത്തോട്ട് പോയി കിടന്ന് വീണ്ടും ശയനപ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയത്താണെങ്കിൽ നമ്മളെ നികീഷാണെങ്കിൽ നമ്മൾ സുധീഷിനെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മളെ നിധിക്ക് വിളിച്ച് കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവരാണെങ്കിൽ നേരെ സുധീഷിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷാണെങ്കിൽ നമ്മളെ ഇവരെ കണ്ടിട്ടേ ഇല്ലാത്ത കണക്ക് നമ്മൾ നികേഷാണെങ്കിൽ വിളിക്കുന്നുണ്ട്. സുധീഷ് ഏട്ടാന്ന് വിളിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ ഓ നിങ്ങളിത് എപ്പോൾ വന്നെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒന്നും അറിയാത്ത കണക്കൊക്കെ നികേഷ് ചോദിക്കുന്നുണ്ട് ഇത് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ സുധീഷ് പറയുന്നുണ്ട് വഴിപാടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ കല്ലിൽ കിടന്ന് ഉരുളുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ.
അപ്പം നമ്മൾ സുധീഷ് പറയുന്നുണ്ട് ഈ കല്ലാണെങ്കിൽ ദേവിയാണെങ്കിൽ പുഷ്പം പോലെയൊക്കെ ആക്കി തരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുധീഷാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ നിധി ചോദിക്കുന്നുണ്ട് വഴിപാട് കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പം കഴിഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നിധി ചോദിക്കുന്നുണ്ട് അതെന്താ അവിടെ നിന്ന് ഇവിടം വരെ വിടേണ്ടപ്പോഴത്തേക്ക് വഴിപാട് കഴിഞ്ഞെന്ന് നിധി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷ് പറയുന്നുണ്ട് ആദ്യം കഴിഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നിധി പറയുന്നുണ്ട് അങ്ങനെയല്ലല്ലോ നമ്മൾ ശയനപ്രദക്ഷിണം ചെയ്യുമ്പോഴത്തേക്ക് അമ്പലത്തിനെ ചുറ്റിയല്ലേ വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പെട്ടുപോയ അവസ്ഥയിലാണ് നമ്മളെ സുധീഷ് നിൽക്കുന്നത്. നമ്മളെ സുധീഷ് ചോദിക്കുന്നുണ്ട് യു മീൻ ഫുൾ റൗണ്ട്? അപ്പോഴത്തേക്ക് നമ്മളെ നിധി പറയുന്നുണ്ട് യെസ് പ്രദക്ഷിണ വഴി മുഴുവൻ എന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ജോലിക്കാരിയാണെങ്കിൽ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് ആ കുട്ടി പറയുന്നത് കറക്റ്റായിട്ട് ചെയ്യും മോനെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ജോലിക്കാരി പറയുന്നുണ്ട് ആരെ പറ്റിച്ചാലും ദൈവത്തിനെ പറ്റിക്കാൻ വേണ്ടി നിൽക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നിധി പറയുന്നുണ്ട് ശയനപ്രതിഷ്ഠം ചെയ്യുന്നതെന്ന് പറഞ്ഞാലാണെങ്കിൽ ഷർട്ടില്ലാതെ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ അമ്പലത്തിൻ്റെ പുറത്തായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ചെയ്തോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നികീഷാണെങ്കിൽ ഇങ്ങനെ ഉരുട്ടി തരും എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ കിടന്നിട്ട് ശയനപ്രതിഷ്ഠ ചെയ്യാൻ വേണ്ടി കിടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് അയ്യോ എന്തായാലും പെട്ടുപോയല്ലോ എന്നൊക്കെ നമ്മളെ സുധീഷാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്. സുധീഷാണെങ്കിൽ കുറച്ചങ്ങോട്ട് ശയനപ്രതിഷ്ഠം ചെയ്തിട്ടാണെങ്കിൽ എഴുന്നേൽക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട് കഴിഞ്ഞിട്ടില്ല ഫുള്ള് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് വീണ്ടും പെട്ടുപോയല്ലെന്നും പറഞ്ഞാണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ എങ്ങനെയെങ്കിലും ശയനപ്രതിഷ്ഠ ഫുള്ളായിട്ടൊക്കെ തീർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ അതിനുശേഷം എഴുന്നേൽക്കൊക്കെ ചെയ്യുന്നുണ്ട്. എഴുന്നേറ്റ് ഒരു സ്ഥലത്ത് പോയി ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നികേഷ് ചോദിക്കുന്നുണ്ട് അല്ല എന്തിനായിരുന്നു ശയനപ്രതിഷ്ഠ എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ സുധീഷ് പറയുന്നുണ്ട് അത് നിൻ്റെ ഏട്ടത്തിക്ക് വേണ്ടിയായിരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നികി ചോദിക്കുന്നുണ്ട് എനിക്ക് വേണ്ടിയോ? സുധീഷ് പറയുന്നുണ്ട് അത് നിനക്കാണെങ്കിൽ സർട്ടിഫിക്കറ്റും കിട്ടിയില്ല ജോലിയും കിട്ടിയില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ നേർന്ന് ഇങ്ങനെ ചെയ്യുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നികേഷ് ആണെങ്കിൽ എൻ്റെ ഈശ്വരം എന്ന് പറയുന്ന സമയത്താണെങ്കിലും നമ്മളെ സുധീഷ് ആണെങ്കിൽ ദേഷിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് സത്യമാടാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മളെ നികേഷിൻ്റെ അടുത്ത്. നമ്മൾ നികി പറയുന്നുണ്ട് എന്തായാലും പിന്നെ നടയിലിരുന്ന് എന്തായാലും കള്ളത്തരം പറയേണ്ട ഇതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ സുധീഷ് പറയുന്നുണ്ട് സത്യമാണ് നിധി ഇതാണ് കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നികേഷ് ആണെങ്കിൽ പറയുന്നുണ്ട് സത്യം എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിൽ വന്ന് ചെറുതായിട്ട് ശയനപ്രതിഷ്ഠം ചെയ്യുന്ന കണക്ക് കുറച്ച് നേരം ഉരുണ്ടിട്ട് ഏട്ടത്തിയെ വിശ്വസിപ്പിക്കാനൊക്കെ ആയിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ പ്ലാൻ ഒത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നികേഷ് ആണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ സുധീഷ് പറയുന്നുണ്ട് ഒന്ന് പോടാ ശരീരം മൊത്തം മുറിഞ്ഞ് നീറുമ്പോഴാണ് അവൻ്റെ ഒരു തമാശ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നികി പറയുന്നുണ്ട് അതിനിപ്പോൾ ഇതിപ്പം ചെയ്യണമെന്ന് ആരെങ്കിലും പറയണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കാണ് സുധീഷ് പറയുന്നുണ്ട് അല്ല പിന്നെ ഞാൻ പിന്നെ കുറച്ച് ശയനപ്രതിഷ്ഠ ചെയ്യാൻ വന്നില്ല പക്ഷേ നിങ്ങളല്ലേ എന്നെ പെടുത്തി കളഞ്ഞതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിധി പറയുന്നുണ്ട് അത് ശയനപ്രതിഷ്ഠ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ ചെയ്താൽ പറ്റത്തില്ല ഫുള്ളായിട്ട് എന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പോകുന്ന വഴി എവിടെന്നെങ്കിലും വല്ല കടയിൽ നിന്ന് എന്തെങ്കിലും മരുന്ന് മേടിച്ചൊക്കെ ഇടാൻ വേണ്ടി പറയുന്നുണ്ട്. നമ്മൾ നിധി പറയുന്നുണ്ട് എന്തായാലും നികേഷ് വാ നമുക്ക് പോയി പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നികേഷ് എണീറ്റിട്ടാണെങ്കിൽ ചോദിക്കുന്നുണ്ട് വരുന്നുണ്ടോ പ്രാർത്ഥിക്കാൻ എന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുധീഷ് പറയുന്നുണ്ട് ഇല്ല ഞാൻ വരുന്നില്ല ഞാനൊന്നും ഇവിടെ ഇച്ചിരി നേരം ഇരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നികിയും നികേഷും ആണെങ്കിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നികേഷ് ആണെങ്കിൽ നിധിയെടുത്ത് ചോദിക്കുന്നുണ്ട് ഏട്ടത്തി ഇത് കണക്ക് സത്യത്തിൽ ഇത് കണക്ക് വഴിപാടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേർന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ നിധിയാണെങ്കിൽ ഒരു ചെറു പുഞ്ചിരിയോടെയൊക്കെ നോക്കിയിട്ടാണെങ്കിൽ നമ്മളെ നികേഷിനെ നോക്കിയിട്ടാണെങ്കിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മളെ സുഭാഷിനെയാണ്. സുഭാഷാണെങ്കിൽ സൈറ്റിൽ പണിയെടുത്തുകൊണ്ട് ഇരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുഭാഷാണെങ്കിൽ പിന്നെ പയ്യടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത് പയ്യ എത്ര ചട്ടി സിമെൻറ്റാണ് കൂട്ടിയതെന്ന് ചോദിക്കുമ്പോൾ 4 ചട്ടിക്ക് 1 ചട്ടി സിമെൻറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ സുഭാഷ് പറയുന്നുണ്ട് എന്തായാലും ഇനി 1.5 ചട്ടി സിമെൻറ്റ് കൂട്ടിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും പിടുത്തം പോരാന്നൊക്കെ അങ്ങനെ നമ്മളെ സുഭാഷ് പറയുന്ന സമയത്താണെങ്കിലും നമ്മളെ സുഭാഷിൻ്റെ ഫോണാണെങ്കിൽ റിങ് ചെയ്യുന്നുണ്ട്. സുഭാഷാണെങ്കിൽ പറയുന്നുണ്ട് ഭയ്യ ആ ഫോണൊന്ന് എടുത്തേന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ സുഭാഷ് ചോദിക്കുന്നുണ്ട് ആരാന്ന് പറയുമ്പം ഭയ്യ പറയുന്നുണ്ട് അതൊരു നമ്പറാണെന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ സുഭാഷ് പറയുന്നുണ്ട് അത് ലാസ്റ്റ് ഡിജിറ്റ് നമ്പർ പറയുമ്പോഴത്തേക്ക് 7473 എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയുന്നത് ഈ നമ്പർ ഓർമ്മയുണ്ടല്ലോ അത് ജ്യോതിയാണെന്നൊക്കെ ഇങ്ങനെ സുഭാഷ് പറയുന്നുണ്ട്. ഫോൺ അങ്ങനെ കൊടുക്കാൻ പറയുന്ന സമയത്താണെങ്കിൽ ഫോൺ അങ്ങ് കട്ടാവുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ സുഭാഷ് പറയുന്നുണ്ട് എന്നാൽ പിന്നെ അവിടെ വെച്ചേരെ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ വീണ്ടും നമ്മൾ സുഭാഷിൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുഭാഷാണെങ്കിൽ വന്ന് കൈയൊക്കെ കഴുകിയിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ജ്യോതി പറയുന്നുണ്ട് ഹലോ ഞാൻ ജ്യോതിയാന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ സുഭാഷ് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി പറഞ്ഞോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജ്യോതി ചോദിക്കുന്നുണ്ട് സുഖമാണോ എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുഭാഷ് പറയുന്നുണ്ട് ആ സുഖമാണ് തനിക്കോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സുഖമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തെ നമ്മളെ ജ്യോതി ചോദിക്കുന്നുണ്ട് ഞാൻ വിളിച്ചായിരുന്നല്ലോ എന്ന് പറയുന്ന സമയത്ത് എന്താ എടുക്കാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട് ഞാൻ ജോലി സ്ഥലത്താണ് ഞാൻ ജോലിയിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഫോൺ എടുക്കാൻ പോയപ്പോൾ കട്ടായി പോയെന്ന് പറയുമ്പം
നമ്മളെ ജ്യോതി പറയുന്നുണ്ട്, കട്ടായിപ്പോയെങ്കിൽ പിന്നെ തിരിച്ചിങ്ങോട്ട് വിളിക്കായിരുന്നല്ലോ എന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ സുഭാഷ് പറയുന്നുണ്ട്, വിളിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് താനിങ്ങോട്ട് എന്നെ വിളിച്ചതെന്നൊക്കെ ജ്യോതി പറയുന്നുണ്ട്, എനിക്കിന്ന് ഓഫാണ് അതുകൊണ്ട് ലീവായിരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൺഡേ ഓപ്പൺ ആയതുകൊണ്ട് ഓരോ ദിവസവും ഇങ്ങനെ മാറി മാറി ഇങ്ങനെ ഓരോരുത്തർക്ക് ഓഫായിട്ടൊക്കെ വരുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജ്യോതി ചോദിക്കുന്നുണ്ട്, കഴിച്ചോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ല പണി മാറ്റിയില്ല എന്ന് പറയുന്നുണ്ട് സുഭാഷ്. അപ്പോഴത്തേക്ക് ജ്യോതി ചോദിക്കുന്നത്, എന്ന് വെച്ചാൽ എന്താന്ന് ഇങ്ങനെ ചോദിക്കുന്നു. പണി നിർത്തിയില്ല, പണി നിർത്തിയിട്ട് കഴിക്കാറായില്ല എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ ജ്യോതി ചോദിക്കുന്നുണ്ട്, എപ്പോൾ പണി കഴിയുമെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ പറയും 5:30 വരെ ആകുമ്പോൾ പണി കഴിയുന്നതാണ്, പക്ഷേ ഇപ്പം 7:30 ഓവർ ടൈം ജോലിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ അങ്ങനെയെന്ന് നമ്മൾ ജ്യോതി ചോദിക്കുന്ന സമയത്താണ് സുഭാഷ് പറയുന്നുണ്ട്, അത് വിഷുവിന് മുമ്പ് ഈ വീടിൻ്റെ പണി തീർക്കണം, അതുകൊണ്ടാണ് ഇങ്ങനെ ഓവർ ടൈം ജോലി ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ജ്യോതി ചോദിക്കുന്നുണ്ട്, പിന്നെ അപ്പം സുഭാഷ് പറയുന്നുണ്ട്, ഈ വീടൊരു 3000 സ്ക്വയർ ഫീറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് പറയുന്നുണ്ട്, ഞാൻ ഉണ്ടെങ്കിൽ എന്താ എഞ്ചിനീയർ ഇങ്ങോട്ട് വരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്, പണിയിൽ നമുക്ക് കള്ളത്തരം കാണിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ജ്യോതി പറയുന്നുണ്ട്, അതെ അതെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് 6-7 ജോലിക്കാരൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ജ്യോതിയാണെങ്കിൽ വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പിന്നെയെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ വീട് വെച്ചിട്ട് എത്ര വർഷമായെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജ്യോതി പറയുന്നുണ്ട്, അത് എനിക്കറിയത്തില്ല, അത് അച്ഛൻ്റെ അടുത്ത് ചോദിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് സുഭാഷ് ആണെങ്കിൽ വീണ്ടും നമ്മൾ ജ്യോതി ചോദിക്കുന്നുണ്ട്, വേറെ എന്താണെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ സുഭാഷ് പറയുന്നുണ്ട്, വീടുകളൊക്കെ ഏറ്റവും നല്ലത്, നല്ല ഉറപ്പൊക്കെ ഉള്ളത് ഇപ്പോഴത്തെ വീടിനൊന്നും അത്ര ഒരു ഇതില്ല, ഇപ്പോൾ പുതിയ സാധനങ്ങൾക്കൊന്നും അത്ര വലിയ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സുഭാഷ് ആണെങ്കിൽ ജോലിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ വാദോരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പിന്നെ ജ്യോതിക്കാണെങ്കിൽ ബോറടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ജ്യോതി പറയുന്നുണ്ട്, അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സുഭാഷിൻ്റെ ഫോണിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന നമ്മൾ നികേഷ് ആണെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന നമ്മളെ സുനന്ദയെ കാണുന്നുണ്ട്. അങ്ങനെ സുനന്ദ ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണെങ്കിൽ ഇന്ന് തിരിഞ്ഞു നോക്കുന്നത് നമ്മളെ നികേഷിൻ്റെയും നിധിയുടെയും മുമ്പിലാണ് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ പറയുന്നുണ്ട്, ഇവിടെ ദേവതയുടെ മുമ്പിൽ 7 ദിവസം മഞ്ഞൾ വെച്ച് പ്രാർത്ഥിച്ചാൽ ഏത് നടക്കാത്ത കാര്യവും നടക്കുമെന്നാണ് പറയുന്നത്, എന്താ ഇനിയിപ്പോൾ ഞാൻ ആ വഴിയും കൂടെ ഒന്ന് നോക്കട്ടെ എന്നൊക്കെ നമ്മളെ സുനന്ദയാണെങ്കിൽ പറയുന്നുണ്ട്. അല്ലാതെ ഞാനെന്ത് ചെയ്യാനാണെന്നൊക്കെ നമ്മളെ സുനന്ദയാണെങ്കിൽ സങ്കടത്തോടെ നമ്മളെ നിധിയെടുത്ത് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ സുനന്ദയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നിധിയാണെങ്കിൽ നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പാവമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ സുധീഷിനെയൊക്കെ വിളിച്ചിട്ടാണെങ്കിൽ അവിടെ അമ്പലത്തിൽ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ നികേഷ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ സുഭാഷ് ഏട്ടനും പാവമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് നിധി പറയുന്നത്, അതാ പറഞ്ഞത്, ഇപ്പം സുനന്ദയ്ക്കാണെങ്കിലും ആ കല്യാണത്തിനാണെങ്കിലും ഒട്ടും താല്പര്യമില്ല, പിന്നെ സുഭാഷ് ഏട്ടനാണെങ്കിലും നമ്മൾ നിർബന്ധിക്കുന്നുണ്ട് ഇത് കണക്ക് പെണ്ണ് കാണാനൊക്കെ വരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നിധി ചോദിക്കുന്നുണ്ട്, എന്തായാലും അവർ തമ്മിലല്ലേ വിവാഹം കഴിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നികേഷ് പറയുന്നുണ്ട്, അതിനൊരു സാധ്യതയില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട്, എന്തെങ്കിലും ചെയ്തിട്ട് അവരെ വിവാഹം നടത്താൻ പറ്റത്തില്ലെന്നാണോ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുധീഷ് പറയുന്നുണ്ട്, നിധി വേറെ എന്ത് പറഞ്ഞാലും ഞാനാണെങ്കിൽ സാധിച്ച് തന്നേനെ, പക്ഷേ ഇത് നടക്കത്തില്ല എന്ന് പറയുന്ന സമയത്താണെങ്കിൽ നിധി പറയുന്നുണ്ട്, അതെന്താ താൻ അങ്ങനെ പറയുന്നത്, എനിക്കിഷ്ടമില്ലാത്തൊരു കല്യാണത്തിന് താൻ എൻ്റെ കൂടെ സപ്പോർട്ടിന് എല്ലാത്തിനും നിന്നേ ഇല്ലായിരുന്നോ, പിന്നെ ചേട്ടൻ്റെ കാര്യത്തിന് എന്താ തനിക്ക് പറ്റാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ സുധീഷ് പറയുന്നുണ്ട്, അതിനാണെങ്കിൽ താനാണെങ്കിൽ ആ കങ്കാരുവിനെ ഇഷ്ടമല്ലെന്ന് താനാണെങ്കിൽ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയും പോരാൻ തീരുമാനിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നമ്മളെ സുധീഷാണെങ്കിൽ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, പിന്നെ എനിക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ പൊക്കിക്കൊണ്ട് വരാൻ ഞാനും തീരുമാനിച്ചെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും സുനിതയ്ക്കാണെങ്കിൽ ആ ഒരു ധൈര്യം എന്തായാലും ഇല്ല എന്നൊക്കെ പറയുന്നിട്ടാണ് നമ്മളെ നിധിയാണെങ്കിൽ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധിയുടെ പിറക്കാണെങ്കിൽ സുഭാഷ് പോയിട്ടാണെങ്കിൽ പറയുന്നുണ്ട്, നിധി സത്യമായിട്ട് ഞാൻ തനിക്ക് വേണ്ടി ശയനപ്രതിഷ്ഠം ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും തനിക്ക് മരുന്ന് ഞാൻ വാങ്ങിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷിനെയൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മളെ സുഭാഷും കൂട്ടുകാരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ നമ്മളെ ജ്യോതി വിളിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ബയ്യെ ഫോൺ എടുത്ത് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ചേട്ടാ നേരത്തെ വന്ന നമ്പരാന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ സുഭാഷാണെങ്കിൽ എടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ജ്യോതി ചോദിക്കുന്നുണ്ട്, ഭക്ഷണം കഴിച്ചോ എന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ സുഭാഷ് പറയുന്നുണ്ട്, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക, താൻ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് എന്താ ലേറ്റായി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അമ്മ കുക്ക് ചെയ്യുന്നതേ ഉള്ളെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ ഫുഡെന്ന് ചോദിക്കുമ്പം അതെനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ സുഭാഷ് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ സാമ്പാറും പിന്നെ കായ മെഴുക്ക് പുരട്ടിയതും കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാറിനാണെങ്കിൽ വെണ്ടയ്ക്ക വറുത്തത് കുറച്ച് കൂടിപ്പോയി, അത് ഒരു മീഡിയം വറവേ വരാവൂ, അല്ലേ എന്നാൽ ആ ഒരു സാമ്പാറിനൊക്കെ ഒരു പച്ചപ്പിൻ്റെ ഒരു ടേസ്റ്റും കാലം കാണത്തുള്ളൂ. പിന്നെ അത് കണക്ക് തന്നെ കായ വറുത്തതാണെങ്കിൽ കുറച്ച് പഴുത്തും പോയി, അപ്പോൾ അതിൻ്റെ ഒരു മധുരമൊക്കെ ഉണ്ടായെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ജ്യോതിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ജ്യോതിയാണെങ്കിൽ പറയുന്നുണ്ട്, എന്നാൽ ഫുഡ് കഴിച്ചോ, ഞാനാണെങ്കിൽ ഫോൺ വയ്ക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, എന്നാൽ ശരി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ സുഭാഷ്
പറയുന്നത്, അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്ന സമയത്ത് ഫോൺ സംസാരിക്കാൻ പാടില്ലെന്ന് പറയുന്ന സമയത്താണെങ്കിലും അപ്പം നമ്മളെ ജ്യോതി പറയുന്നുണ്ട് എന്നാൽ ശരി ഞാൻ ഫോൺ വയ്ക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മളെ നിധിയും കൂട്ടരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ നിധിയാണെങ്കിൽ കറി ഒഴിച്ച് കൊടുക്കുന്ന സമയത്താണെങ്കിലും നികേഷ് പറയുന്നുണ്ട് എനിക്ക് മതി ഏട്ടത്തി, എന്താണെന്നറിയത്തില്ല കറിക്കൊന്നും ഒരു ടേസ്റ്റ് ഇല്ല, നമ്മളെ സുഭാഷേട്ടന് എന്തോ പറ്റിയെന്ന് അറിയാൻ വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. ചേട്ടൻ്റെ മനസ്സ് ഇവിടെ ഒന്നും അല്ലെന്നൊക്കെ പറയുന്ന സമയത്താണ് നമ്മളെ നിധിയാണെങ്കിൽ നിധിയും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട് കുഴപ്പമില്ലല്ലോ, എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിലുണ്ടെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നികേഷ് ആണെങ്കിൽ പറയുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല, എന്തായാലും ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഇവരെ അച്ഛനാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഒരു കവറും പിടിച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ ഇവർ ചോദിക്കുന്നുണ്ട് എന്താ, നിധി ചോദിക്കുന്നുണ്ട് ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട മോളെ ഞാൻ കഴിച്ച്, സാമ്പാറും കൂട്ടി ആർക്ക് വേണം ഫുഡ്, ഞാനാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ചെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇതാ ഒരു പാത്രം എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നികേഷ് പോയൊരു പാത്രം എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഭാസ്കരനാണെങ്കിൽ അതിനകത്തോട്ട് ചിക്കൻ ഫ്രൈ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഹരീഷ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതും അവിടെ നിന്ന് കഴിച്ചുകൂടായിരുന്നു ബിരിയാണിയുടെ കൂടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ ഭാസ്കരൻ പറയുന്നുണ്ട് അല്ല നിന്നെയൊക്കെ കൂടെ കൊണ്ടുവന്ന് കൊതി കാണിപ്പിച്ച് കഴിക്കാനെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണെന്ന് പറയുന്നുണ്ട്. നമ്മളെ ഭാസ്കരനാണെങ്കിൽ അതാണെങ്കിൽ നേരെ നിധിയുടെ മുമ്പിലോട്ട് വെച്ച് നീട്ടുന്നുണ്ട് എന്നാ മോളെന്ന് പറയുമ്പോഴത്തേക്ക് നിധി പറയുന്നുണ്ട് വേണ്ട അച്ഛാ, അച്ഛൻ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നില്ലേ എന്ന് പറയുന്ന സമയത്താണെങ്കിൽ എല്ലാം മോളെ ഇത് ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചതാ, ചോറിൻ്റെ കൂടെ കോഴി ഫ്രൈ കഴിക്കുന്നത് നല്ല ടേസ്റ്റാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നികേഷ് ആണെങ്കിൽ അതിൽ കൈ നീട്ടുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ ഭാസ്കരൻ പറയുന്നുണ്ട് അവർക്ക് എന്തായാലും ഈ കുരുത്തംകെട്ടന്മാർക്കൊന്നും ഇത് കൊടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ സുധീഷ് ആണെങ്കിൽ ഇങ്ങനെ ദേഷിച്ച് നോക്കുന്ന സമയത്താണെങ്കിൽ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് എന്താണ് നീ നോക്കുന്നത്, എനിക്കൊക്കെ തരല്ലെന്ന് തന്നെ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ആർക്ക് വേണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നിധി എടുത്ത് പറയുന്നുണ്ട് കഴിച്ചോ മോള് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭാസ്കരൻ അവിടെ നിന്നാണെങ്കിൽ അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹരീഷ് പറയുന്നുണ്ട് അയ്യോ എന്തൊരു സ്നേഹം ഒഴുകുവാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷിൻ്റെ നേരെയാണെങ്കിൽ നമ്മൾ നിധിയാണെങ്കിൽ ആ ബൗൾ നീട്ടുന്നുണ്ട് കേട്ടോ. നീട്ടുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഹരീഷ് പറയുന്നുണ്ട് എനിക്ക് വേണ്ടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുധീഷ് പറയുന്നുണ്ട് നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നികേഷ് പറയുന്നുണ്ട് ഏട്ടനല്ലേ അത് വേണ്ടാന്ന് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. വേണ്ടാന്ന് പറഞ്ഞ് പുച്ഛിച്ച ഏട്ടനല്ലേ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുധീഷ് പറയുന്നുണ്ട് ഒന്ന് പോടാന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ആ ബൗള് മേടിച്ചിട്ടൊക്കെ ചിക്കൻ എടുത്തിട്ട് പറയുന്നത് ആദ്യം ആർക്കാ കൊണ്ടുവന്ന് അത് അവർ തന്നെ ആദ്യം കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ നികിക്ക് എടുത്ത് പ്ലേറ്റിൽ വിളമ്പുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ സുധീഷിൻ്റെ പ്ലേറ്റിൽ വിളമ്പിയിട്ടാണെങ്കിൽ നേരെ നികേഷിന് കൊടുക്കുന്നുണ്ട്. അപ്പം നികേഷ് പറയുന്നുണ്ട് ഇതും കൂടെ കഴിക്കായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നികിയാണെങ്കിൽ നികിയുടെ പ്ലേറ്റിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്തിട്ടാണെങ്കിൽ നികേഷിന് പാത്രത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഭാസ്കരനാണെങ്കിലും ഉമ്മർത്താണെങ്കിൽ കട്ടിലിന് മേലിരുന്ന് ബീഡിയൊക്കെ വലിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു പാട്ടൊക്കെ വെച്ചിരുന്ന് അവിടെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം നിധി പറയുന്നുണ്ട് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സമയത്താണെങ്കിൽ സുധീഷ് ചോദിക്കുന്നുണ്ട് എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അല്ല അച്ഛനും അമ്മേ എന്നിങ്ങനെ പറയുന്ന സമയത്താണ്. അതോടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.